Good morning to one and all. I am very happy to welcome all students in our 27th online class. Today's topic is the continuation of our function, that is the organizing. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേംസ്, ഡിപ്പാർട്ട്മെൻറ്റേഷൻ, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ചാർട്ട്, ഓർഗനൈസേഷൻ മാനുവലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് കുറച്ച് ടേംസും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആണ്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്ന ഒറ്റ ടേമായിട്ട് പറയുന്നുണ്ടെങ്കിലും ഡെലിഗേഷൻ എന്ന് പറയുന്നതും അതോറിറ്റി എന്ന് പറയുന്നതും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ്. അതോടൊപ്പം തന്നെ ഡെലിഗേഷൻ എന്ന് പറയുന്നതും അതോറിറ്റി എന്ന് പറയുന്നതും കണക്റ്റഡ് ആണ്. അതാണ് ആ രണ്ട് ടേമിൻ്റെയും പ്രത്യേകത എന്ന് പറയാനുള്ളത്. അപ്പോൾ ഡെലിഗേഷൻ ആദ്യം എന്താണെന്ന് നോക്കാം, അതിനുശേഷം നമുക്ക് അതോറിറ്റി എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു പ്രോസസ്സായിട്ട് നമുക്ക് കണക്കാക്കാം. ആ പ്രോസസ്സിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. ഞാൻ ചെയ്യേണ്ട ജോലി എനിക്ക് പകരം വേറൊരാൾ ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ പ്രോസസ്സാണ്. ദറ്റ് ഈസ് ഷെയറിങ് ദ അതോറിറ്റി വിത്ത് ദം. എന്നിലുള്ള അതോറിറ്റി ഞാൻ വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പ്രൊസീജിയറിനെ തന്നെ, ഒരു അഡ്മിനിസ്ട്രേഷൻ പ്രൊസീജിയറിനെയാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത്? ഡെലിഗേഷൻ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ മാനേജർക്കുള്ള അതോറിറ്റി എന്ന് പറയുന്നത് ആ മാനേജർ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു സബോർഡിനേറ്റ്സിന്, തൊട്ട് താഴെയുള്ള സബോർഡിനേറ്റിന് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രൊസീജിയറിനെ നമുക്ക് എന്തായിട്ട് പറയാം? ഡെലിഗേഷൻ എന്ന് പറയാം. അവിടെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താണോ ആ മാനേജറുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ, ആ ഫങ്ഷനോട് ബന്ധപ്പെട്ടുള്ള അതോറിറ്റി എന്ന് പറയുന്നതായിരിക്കും ഇവിടെ ഡെലിഗേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പവർ ഓഫ് അതോറിറ്റി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും സബോർഡിനേറ്റിന് ഷെയർ ചെയ്ത് കൊടുക്കുന്നില്ല. ഇവിടെ അതോറിറ്റി എന്ന് പറയുന്നത് ആ പ്രവർത്തനം ചെയ്യാനുള്ള ഒരു അതോറിറ്റി മാത്രമാണ് നമ്മളിവിടെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ ദ പ്രോസസ് ഓഫ് ഡെലിഗേഷൻ ഇൻവോൾവ്സ് അസൈൻമെൻറ്റ് ഓഫ് ടാസ്ക്, എൻട്രസ്റ്റ്മെൻറ്റ് ഓഫ് അതോറിറ്റി ആൻഡ് ഇമ്പോസിഷൻ ഓഫ് അക്കൗണ്ടബിലിറ്റി. അത് എന്തൊക്കെയാണ് പ്രൊസീജിയറിലൂടെ ഡെലിഗേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയറിൽ നമ്മൾ ചെയ്യുന്നത്? അസൈൻമെൻറ്റ് ഓഫ് ടാസ്ക്, ഒരു ടാസ്ക് ചെയ്യാനായിട്ട് പറയുകയാണ്, അത് അസൈൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള അതോറിറ്റി മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതോടൊപ്പം തന്നെ അക്കൗണ്ടബിലിറ്റി, അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് റിപ്പോർട്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ അത് എത്രത്തോളം ചെയ്യാനായിട്ട് ആ സബോർഡിനേറ്റിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഇവാലുവേഷനും കൂടി ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം ആർക്കുണ്ട്? നമ്മുടെ മാനേജർക്കുണ്ട്. സോ ഡെലിഗേഷൻ എന്ന് പറയുന്നതിന് നമുക്ക് എന്തായിട്ട് പറയാം? ഇറ്റ് ഈസ് ദ അസൈൻമെൻറ്റ് ഓഫ് വർക്ക് ടു അതേഴ്സ് ആൻഡ് കൺഫറിങ് ദം ദ റിക്വസിറ്റ് അതോറിറ്റി ടു അക്കോംപ്ലിഷ് ദ വർക്ക് അസൈൻഡ്. ഒരു വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയും ആ അസൈൻ ചെയ്ത ജോലി പൂർത്തിയാക്കുകയും ചെയ്യാനുള്ള ഒരു അതോറിറ്റി മാത്രമാണ് ഡെലിഗേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിലൂടെ കൊടുക്കുന്നത്. ഇത് വേറൊരു ടേമിൽ പറയുകയാണെങ്കിൽ അതോറിറ്റി ഈസ് കീ ടു ദ മാനേജേഴ്സ് ജോബ്. മാനേജേഴ്സിൻ്റെ ജോബിലേക്കുള്ള ഒരു കീനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? അതോറിറ്റി എന്നുണ്ടെങ്കിൽ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഈസ് ദ കീ ടു ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസിങ് ഫംഗ്ഷനിലേക്കുള്ള ഒരു കീ മാത്രമാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക്. വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഏതൊരു ടേം വരുന്നത്? ഡെലിഗേഷൻ എന്ന് പറയുന്ന ടേം വരുന്നത്. അത് ഡെലിഗേഷൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ള പ്രൊസീജിയറാണ്? ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. ആൻഡ് ഇറ്റ് ഈസ് ആൻ അഡ്ഹോക്ക് അറേഞ്ച്മെൻറ്റ്. ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ്. തൽക്കാലത്തിന് സബോർഡിനേറ്റ് ചെയ്യാം. അങ്ങനെ സബോർഡിനേറ്റിനെ മോട്ടിവേറ്റ് ചെയ്ത് ഒരു എഫിഷ്യൻസി എന്ന് പറയുന്നതിലേക്ക് ഉയർത്തിയെടുക്കാനുള്ള ഒരു പ്രൊസീജിയർ കൂടിയാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഫംഗ്ഷൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റ് ആണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. OS ഹീനർ ആണ് ഡെലിഗേഷൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് എക്സ്പ്ലനേഷനായിട്ട് തന്നിട്ടുള്ളത്. സോ ദ ഡെലിഗേഷൻ ടേക്സ് പ്ലേസ് വെൻ എ പേഴ്സൺ gives another the right to perform work on his behalf and in his name, and the second person accepts a responsibility or corresponding duty or obligation
to do what is required of him. ഇത്രയാണ് ഹീനർ തരുന്ന ഒരു എക്സ്പ്ലനേഷൻ. ഇതിൽ നിന്ന് തന്നെ നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് എന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഒരാൾ ചെയ്യേണ്ട റൈറ്റ് ടു പെർഫോം എ ജോബ്, ഒരു ജോബ് ചെയ്യാനുള്ള റൈറ്റാണ് വേറൊരു പേഴ്സണെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? ഒരു മാനേജർക്ക് വേണ്ടി തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതിൽ സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്ന ആൾ ആ കൊടുത്ത അതോറിറ്റി എന്ന് പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ മാത്രമേ ആ കറസ്പോണ്ടിങ് ഡ്യൂട്ടി ആൻഡ് ഒബ്ലിഗേഷൻ ആ പ്രവർത്തനത്തിൻ്റെ ഒരു മേഖലയിലേക്ക് ആ സെക്കൻഡ് പേഴ്സണിന് ഉയരാനും അതോടൊപ്പം തന്നെ ആ ഡ്യൂട്ടി എന്ന് പറയുന്നത് അക്കംപ്ലിഷ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിച്ചേരാനും സാധിക്കുള്ളൂ. അപ്പോൾ ഒരു മാനേജർക്ക് വേണ്ടി അദ്ദേഹം ചെയ്യേണ്ടതായ ഒരു ജോലി വേറൊരാളെ ഏൽപ്പിക്കുകയും അയാൾ അതിൻ്റേതായ ഉത്തരവാദിത്വത്തിൽ അത് പൂർത്തിയാക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനെയാണ് ഹീനറെ എന്തായിട്ട് പറഞ്ഞിട്ടുള്ളത്? ഡെലിഗേഷൻ എന്ന് പറയുന്നത്. So there are different features which are included in the delegation. What are they? കുറേ ഫീച്ചേഴ്സ് ഈ ഡെലിഗേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയറിലുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഓൺലി പാർട്ട് ഓഫ് അതോറിറ്റി ഈസ് ഡെലിഗേറ്റഡ്. ഒരാളുടെ ഫുൾ അതോറിറ്റി ഒരിക്കലും ഡെലിഗേറ്റ് ചെയ്യുന്നില്ല, ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഡെലിഗേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ഫീച്ചർ, ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് അതോറിറ്റി ക്യാൻ ബി ഡെലിഗേറ്റഡ്. എന്നിലുള്ള ഒരു അതോറിറ്റി മാത്രമേ എനിക്ക് വേറൊരാൾക്ക് ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ വേറൊരാളുടെ അതോറിറ്റി നമുക്ക് വേറൊരാൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. എൻ്റേതായിട്ടുള്ള ഒരു അതോറിറ്റി മാത്രമേ എനിക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. The authority granted as per the delegation can be withdrawn. ഈ കൊടുത്തിട്ടുള്ള അതോറിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രാൻഡഡ് ആസ് പെർ ദ ഡെലിഗേഷൻ. ഡെലിഗേഷൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ള അതോറിറ്റി എന്ന് പറയുന്നത് മാനേജർക്ക് അല്ലെങ്കിൽ എക്സിക്യൂട്ടർക്ക് എപ്പോൾ വേണമെങ്കിലും അത് വിഡ്രോ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. The person who delegates authority is responsible for the facts of subordinates. പക്ഷേ ഈ ഡെലിഗേഷനോട് റിലേറ്റഡ് ആയിട്ട് സബോർഡിനേറ്റ്സ് എന്ത് ചെയ്തോ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആർക്കായിരിക്കും? മാനേജർക്കായിരിക്കും അല്ലെങ്കിൽ എക്സിക്യൂട്ടർക്കായിരിക്കും. ഓർഡിനറി ആൻഡ് റൊട്ടീൻ വർക്ക്സ് ഓൺലി ക്യാൻ ബി ഡെലിഗേറ്റഡ്. സ്പെഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ടെക്നോളജി അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടാസ്ക് അപ്ലൈ ചെയ്യുന്ന ഒരു വർക്കും ആർക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പാടില്ല? സബോർഡിനേറ്റ്സിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഓർഡിനറി ആയിട്ടുള്ള അല്ലെങ്കിൽ റൊട്ടീനായിട്ട് ചെയ്യുന്ന വർക്കുകൾ മാത്രമേ ഒരു മാനേജർക്ക് അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. കൺട്രോൾ എക്സിസ്റ്റ് ഓവർ സബോർഡിനേറ്റ്സ്. ഇത് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തതിൻ്റെ പേരിൽ ഫുള്ള് ഫ്രീ ആയിട്ട് ഒരിക്കലും ഒരു മാനേജർ അല്ലെങ്കിൽ എക്സിക്യൂട്ടർ നിൽക്കാനായിട്ട് പാടില്ല. അതിൻ്റെ ഒരു സൂപ്പർവിഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മോണിറ്ററിങ് എന്ന് പറയുന്നത് അതും അല്ലെങ്കിൽ കൺട്രോളിങ് എന്ന് പറയുന്നത് ആരിൽ തന്നെയായിരിക്കും? ഈ മാനേജറിൽ തന്നെയായിരിക്കും എൻട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ദെൻ നെക്സ്റ്റ് വൺ, അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡ്യൂട്ടി ആർ ക്ലിയർലി സ്പെസിഫൈഡ്. ഈ ഡെലിഗേറ്റ് ചെയ്യുന്ന ആ സമയത്ത് വാട്ട് ഈസ് ദ അതോറിറ്റി, വാട്ട് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് വാട്ട് ഈസ് ദ ഡ്യൂട്ടി ടു ബി അസൈൻഡ്. എന്തൊക്കെ ഡ്യൂട്ടിയാണ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള അതോറിറ്റി റെസ്പോൺസിബിലിറ്റിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കണം. ഇത്രയും ഫീച്ചേഴ്സാണ് ഡെലിഗേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയറിൽ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു ഭാഗം മാത്രമേ ഡെലിഗേറ്റ് ചെയ്യുന്നുള്ളൂ. ആ ഡെലിഗേറ്റ് ചെയ്യുന്നത് എന്നിലുള്ള ഒരു അതോറിറ്റി ആയിരിക്കണം ഞാൻ വേറൊരാൾക്ക് ഡെലിഗേറ്റ് ചെയ്യുന്നത്. ഡെലിഗേഷൻ എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ആ അതോറിറ്റി വിഡ്രോ ചെയ്യാവുന്നതാണ്. ഡെലിഗേഷൻ ചെയ്യുന്നതോടുകൂടി സബോർഡിനേറ്റ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അദ്ദേഹം അതിനോട് റെസ്പോൺസിബിൾ ആണെന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറുണ്ടായിരിക്കണം. റൊട്ടീൻ വർക്കുകൾ അല്ലെങ്കിൽ ഓർഡിനറി വർക്കുകൾ മാത്രമേ സബോർഡിനേറ്റ്സിനെ ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതോടൊപ്പം അതിൻ്റെ സൂപ്പർവിഷൻ മോണിറ്ററിങ് എന്ന് പറയുന്നത് മാനേജർ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഡ്യൂട്ടീസ് വിച്ച് ഈസ് ടു ബി അസൈൻഡ്. എന്താണോ അസൈൻ ചെയ്യുന്നത് അതെന്ത് ചെയ്തിരിക്കണം? ക്ലിയറായിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഡെലിഗേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ ഇഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ എഫിഷ്യൻ്റായിട്ട് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നെക്സ്റ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്യേണ്ടത് വാട്ട് ആർ ദ എലമെൻറ്റ്സ് ഓർ ദ പ്രൊസീജിയർ ടു ബി ഫോളോഡ് അറ്റ് ദ ടൈം ഓഫ് ഡെലിഗേഷൻ. ഡെലിഗേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ എലമെൻറ്റ്സ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യേണ്ടത് എന്തൊക്കെ പ്രൊസീജിയർ ആയിരിക്കും? അതിൽ 3 പ്രൊസീജിയറേ മെയിനായിട്ട് പറയുന്നുള്ളൂ: ഡ്യൂട്ടി, അതോറിറ്റി ആൻഡ് ദ അക്കൗണ്ടബിലിറ്റി. ഈ 3 എലമെൻറ്റ്സിൻ്റെ ബേസിസിലാണ് നമ്മുടെ ഡെലിഗേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ നിൽക്കുന്നത്.
അപ്പോൾ അതിൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് 3 പ്രോസസ്സ് മാത്രമേ വരുന്നുള്ളൂ. അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ്, ഗ്രാൻഡിങ് ഓഫ് അതോറിറ്റി, ക്രിയേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഈ 3 കാര്യങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ്, അതായത് നമ്മൾ 3 എലമെൻറ്റ്സ് പറഞ്ഞു. ഡ്യൂട്ടീസ്, അതോറിറ്റീസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഈ 3 എലമെൻറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ പ്രൊസീജിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ദറ്റ് ഈസ് ദ അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ്. അപ്പോൾ ഡെലിഗേഷൻ പ്രൊസീജിയറിലെ ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഡ്യൂട്ടീസ് ഏതൊക്കെയാണോ ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനെ അസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ആയിരിക്കാം. അത് സബോർഡിനേറ്റ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് എത്ര സമയത്തിനുള്ളിലാണ് അദ്ദേഹം അത് തീർക്കേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയറിൽ ഫോളോ ചെയ്യേണ്ടതുണ്ട്. സോ ദാറ്റ് ഡ്യൂട്ടീസ് മസ്റ്റ് ബി എക്സ്പ്രസ്ഡ് ഐദർ ഇൻ ടേംസ് ഓഫ് ഫങ്ഷൻ ഓർ ഇൻ ടേംസ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. ഈ അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം എക്സ്പ്രസ് ചെയ്യേണ്ടത്? ഒന്നില്ലെങ്കിൽ ഫങ്ഷൻ്റെ ടേമിലോ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സിൻ്റെ ടേമിലോ നമുക്ക് സ്പെസിഫൈ ചെയ്യാവുന്നതാണ്. 2 മീഡിയമാണ് ഉപയോഗിക്കാവുന്നത്, ഒന്നില്ലെങ്കിൽ ഫങ്ഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ബേസിസിലായിരിക്കും അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ചെയ്യേണ്ടത്. രണ്ടാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് ഗ്രാൻഡിങ് ഓഫ് അതോറിറ്റി ആണ്. സെക്കൻഡ് എലമെൻ്റ് ആയിട്ടുള്ള അതോറിറ്റി എന്ന് പറയുന്നത്. ഇവിടെ അതോറിറ്റി എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്? ദറ്റ് ഈസ് ഗിവിങ് റൈറ്റ് ടു ദ സബോർഡിനേറ്റ്സ് ടു ഡിസൈഡ് ദ ആക്ട്. എന്താണോ ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് തീരുമാനിക്കുക, അതോടൊപ്പം തന്നെ അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സസ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ സുപ്പീരിയറിന് എന്താണോ ഈ പ്രവൃത്തി മൂലം ഉണ്ടായിട്ടുള്ളത് അതിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ സബോർഡിനേറ്റ്സ് ഒരു മാനേജർക്ക് വേണ്ടി ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഗ്രാൻഡിങ് ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടത്? റൈറ്റ് ടു ദ സബോർഡിനേറ്റ്സ് ടു ഡിസൈഡ് ആൻഡ് ആക്ട്. നമ്മൾ തീരുമാനിക്കണം, അതോടൊപ്പം തന്നെ നമ്മൾ പ്രവർത്തിക്കുകയും വേണം. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് നമുക്കതിനാവശ്യമായിട്ടുള്ള റിസോഴ്സസ് യൂസ് ചെയ്യണം. മൂന്നാമത് ചെയ്യേണ്ടത് ഒരു മാനേജർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടായിരിക്കണം ആ വർക്ക് പെർഫോം ചെയ്യേണ്ടത്. ഇത്രയും ഫങ്ഷൻസ് ആണ് സെക്കൻഡ് പ്രോസസ്സായിട്ടുള്ള ഗ്രാൻഡിങ് ഓഫ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഒരു സബോർഡിനേറ്റ് ഫോളോ ചെയ്യേണ്ടത്. അവിടെ വരുമ്പോൾ ടൈം ഓഫ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ ആ ജോലി എപ്പോഴെങ്കിലും ചെയ്താൽ പോരാ, ആ പറഞ്ഞ ടൈം ലിമിറ്റിനുള്ളിൽ അസൈൻ ചെയ്ത ജോലി പൂർത്തീകരിക്കാനും, അതുപോലെ തന്നെ അതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് എന്താണോ മാനേജർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ റിക്വസിറ്റ് അതോറിറ്റി തന്നെ പെർഫോമൻസ് ലെവലിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അല്ലാതെ എഫിഷ്യൻ്റായിട്ട് ഇഫക്റ്റീവായിട്ട് ചെയ്യാതെ അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ഫുൾ അതോറിറ്റി എന്ന് പറയുന്നത് പെർഫോമൻസ് ലെവലിൽ ഇഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റായിട്ട് ചെയ്ത് തീർത്താൽ തന്നെ ആ അതോറിറ്റി എന്ന് പറയുന്ന ആ ഒരു ഫങ്ഷൻ പൂർത്തീകരിക്കുന്നുള്ളൂ. തേർഡ് വൺ, ദ ക്രിയേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. അതിന് എത്രത്തോളം റെസ്പോൺസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അത് എത്രത്തോളം അക്കൗണ്ടബിൾ ആണ്, അതായത് നമുക്ക് എത്രത്തോളം മെഷർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് തേർഡ് പ്രൊസീജിയറിൽ ചെയ്യേണ്ടത്. ദറ്റ് ഈസ് ദ ഒബ്ലിഗേഷൻ ഓൺ ദ പാർട്ട് ഓഫ് ദ സബോർഡിനേറ്റ്സ്. ആരാണ് ഈ ജോലി ചെയ്യേണ്ടത്? മാനേജർക്ക് വേണ്ടിയിട്ട് ഒരു സബോർഡിനേറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒബ്ലിഗേഷൻ ഓൺ ദ പാർട്ട് ഓഫ് ദ സബോർഡിനേറ്റ്. ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് ആരുടെ ഭാഗത്താണ് നിൽക്കുന്നത്? സബോർഡിനേറ്റിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. എന്തിനുള്ള ഒബ്ലിഗേഷനാണ്? ആ ഒരു ടാസ്ക് എന്ന് പറയുന്നത് അക്കംപ്ലിഷ് ചെയ്യാനുള്ള ഒരു ഒബ്ലിഗേഷൻ എന്ന് പറയുന്നതാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഏൽപ്പിച്ച ജോലി, അസൈൻഡ് ആയിട്ടുള്ള ടാസ്ക് അല്ലെങ്കിൽ ജോബ് എന്ന് പറയുന്നത് പൂർത്തീകരിക്കുക എന്ന് പറയുന്നതാണ് ഇവിടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അസൈൻഡ്, ദ വർക്ക് ഈസ് അസൈൻഡ് ആൻഡ് ദ അതോറിറ്റി ഈസ് അസൈൻഡ്. എന്തൊക്കെയാണ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്? ജോലി മാത്രമല്ല, ജോബ് മാത്രമല്ല അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്, അതോടൊപ്പം തന്നെ ഒരു അതോറിറ്റിയും കൂടി ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനോട് ഒരു ഒബ്ലിഗേഷൻ എന്ന് പറയുന്നതിനെ നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ അതെങ്ങനെയുള്ളതായിരിക്കണം? അക്കൗണ്ടബിൾ ആയിരിക്കണം. അതായത് അക്കൗണ്ടബിൾ ആയിട്ടുള്ളൊരു നിലയ്ക്ക് മാത്രം ഉയർത്തി കാണിച്ചാൽ മാത്രമേ അതിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ.
അപ്പോൾ ഡ്യൂട്ടി, അതോറിറ്റി, അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഒരു ഡെലിഗേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 എലമെൻ്റ് ആണ്. അതിൽ റെസ്പോൺസിബിലിറ്റി എന്ന് റെസ്പോൺസിബിലിറ്റി, അതോടൊപ്പം തന്നെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ ഇഫക്റ്റീവ് അല്ലെങ്കിൽ എഫിഷ്യൻ്റ് എന്ന് പറയുന്ന ആ ഡിഗ്രി ഓഫ് പെർഫോമൻസിലേക്ക് ഉയർത്തി കാണിച്ചാൽ മാത്രമേ ഡെലിഗേഷൻ എന്നുള്ള ഒരു പ്രൊസീജിയർ സക്സസ് ആയെന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതിലെ പ്രൊസീജിയറിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞുള്ളത്? 3 എലമെൻറ്റ്സ് ആണുള്ളത്: ഡ്യൂട്ടി, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഫംഗ്ഷൻ എന്താണ്? ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുക. ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്തൊക്കെ പ്രവർത്തികൾ എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള ടാസ്ക്കാണ് ഡെലിഗേറ്റ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഒരു സ്പെസിഫിക് ഇൻഫോർമേഷൻ സബോർഡിനേറ്റിന് കൊടുത്തിരിക്കണം. സെക്കൻഡ് വൺ, ഗ്രാൻഡിങ് ഓഫ് അതോറിറ്റി. ഈ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുന്നതോടൊപ്പം തന്നെ അതോറിറ്റീസ്, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള അതോറിറ്റീസ് എന്ന് പറഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കാനും പ്രവർത്തിക്കാനും അതിനോട് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് യൂട്ടിലൈസ് ചെയ്യാനുള്ള അധികാരങ്ങളാണ് ഒരു മാനേജർക്ക് വേണ്ടിയിട്ട് സബോർഡിനേറ്റിന് ലഭിക്കുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നതാണ് റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതെല്ലാ സ്റ്റുഡൻസിന് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ ഓർ വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് ഡെലിഗേഷൻ. ഡെലിഗേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയർ ഓർഗനൈസിങ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഒരു ഓർഗനൈസേഷന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഡെലിഗേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയറിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ് നമ്മൾക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണായിട്ട് പറയാൻ പറ്റുന്നത് ഒരാൾ ചെയ്യേണ്ട ഡ്യൂട്ടി, അതായത് ഒരു മാനേജർ ചെയ്യേണ്ടതായ ഡ്യൂട്ടി വേറൊരാൾക്ക് ഏൽപ്പിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജോലി ഭാരം അത്രയും കുറയല്ലേ ചെയ്യണേ. അപ്പോൾ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് റെഡ്യൂസ് ദ വർക്ക് ലോഡ് ഓഫ് ടോപ്പ് മാനേജേഴ്സ്. ടോപ്പ് മാനേജേഴ്സിൻ്റെ വർക്ക് ലോഡ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ദേ വിൽ ഗിവ് മോർ കോൺസെൻട്രേഷൻ ഓർ മോർ അറ്റൻഷൻ ടു ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. ചെറിയ ചെറിയ കാര്യങ്ങൾ സബോർഡിനേറ്റ്സ് തന്നെ ചെയ്യുകയാണെങ്കിൽ മാനേജേഴ്സ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ കുറിച്ചിട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇറ്റ് എനേബിൾസ് ദ മാനേജർ ടു പ്രൊവൈഡ് സ്പെഷ്യലൈസ്ഡ് സർവീസ് ടു ദ എൻ്റർപ്രൈസ്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവർക്ക് അധികം അറ്റൻഷൻ കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആ ഫംഗ്ഷനിൽ കൂടുതൽ താല്പര്യം കൊടുക്കുകയും ഒരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഉയർത്താനായിട്ട് മാനേജേഴ്സിന് സാധിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് അഡ്വാൻറ്റേജ്. It motivates the subordinates to improve their performance as well as their capabilities. സബോർഡിനേറ്റ്സിൻ്റെ പെർഫോമൻസ് ഉയർത്താൻ മാത്രമല്ല അവരുടെ സ്കില്ല്, ടാലൻറ്റ്, എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ, അതായത് സ്വന്തമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലേക്ക് ഓരോ സബോർഡിനേറ്റ്സിനും ഉയർത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് അഡ്വാൻറ്റേജ്. ഇറ്റ് പ്രൊവൈഡ്സ് ഓപ്പർച്യൂണിറ്റി ഫോർ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് ഓഫ് യങ് എക്സിക്യൂട്ടീവ്സ്. സബോർഡിനേറ്റ്സിന് വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. അതായത് അവരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മാനേജേഴ്സ് കൊടുക്കുന്ന ആ ഓപ്പർച്യൂണിറ്റീസ് യൂട്ടിലൈസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ അവർക്ക് ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും കൂടിയാണ് ഇതുമൂലം ലഭിക്കുന്നത്. അപ്പോൾ അവർ കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും, ടാലൻറ്റഡ് ആയിരിക്കും, സ്കിൽഡ് ആയിരിക്കും. അപ്പോൾ അവരുടെ ഒരു സെൽഫ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ആ ഒരു ലെവല് അവർക്ക് ഉയർത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ക്വിക്ക് ഡിസിഷൻസ്. മാനേജേഴ്സിന് റൊട്ടീൻ കാര്യങ്ങൾ സബോർഡിനേറ്റ്സ് ചെയ്യുമ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് വരുമ്പോൾ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഇറ്റ് എനേബിൾസ് ദ ഫേം ടു ഗ്രോ ആൻഡ് എക്സ്പാൻഡ്. സ്ഥാപനത്തിന് വളരെയധികം ഉയർച്ചയിൽ എത്തിക്കാൻ, അതായത് പെർഫോമൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഉയർത്താനായിട്ട് സാധിക്കും എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇറ്റ് എൻഷുവേഴ്സ് കോർഡിനേഷൻ ഓഫ് വേരിയസ് മാനേജറിയൽ ആക്ടിവിറ്റീസ്. മാനേജ്മെൻറ്റിൻ്റെ ഓരോ ആക്ടിവിറ്റീസിലും കോർഡിനേഷൻ എന്ന് പറയുന്നത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ഡെലിഗേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ സഹായിക്കും. ഇറ്റ് പ്രൊവൈഡ്സ് എ ബേസിസ് ഫോർ ഗുഡ് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്. ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെയധികം പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് കൺട്രോളിങ് കോർഡിനേഷൻ എന്ന് പറയുന്നത് വെരി ഇഫക്റ്റീവ് ആണ്. അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് എന്ന് പറയുന്നത് വളരെ ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്.
ഓൾസോ ഇറ്റ് ഇംപ്രൂവ്സ് ദ മാനേജറിയൽ ഇഫക്റ്റീവ്നെസ്. മാനേജറിയൽ ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് മാനേജറിയൽ ഫങ്ഷൻസിൻ്റെ മൊത്തം ഇൻ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ദറ്റ് ഈസ് ദ ഓർഗനൈസേഷൻ. ഒരു മാനേജറിയൽ ഫങ്ഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫങ്ഷൻ തന്നെയാണ് ഓർഗനൈസിങ്. അതിൽ ഡെലിഗേഷൻ എന്ന് പറയുന്നത് പ്രോപ്പർ ആണെങ്കിൽ മാനേജറിയൽ ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അഡ്വാൻറ്റേജസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞത് ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കാം. മാനേജേഴ്സിൻ്റെ വർക്ക് ലോഡ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റിൻ്റെയും ഓർഗനൈസേഷൻ്റെയും ടോട്ടലായിട്ടുള്ള പെർഫോമൻസ് ഉയർത്താനായിട്ട് സാധിക്കും. സബോർഡിനേറ്റ്സും മാനേജേഴ്സും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സബോർഡിനേറ്റ്സിൻ്റെ കഴിവുകൾ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഓരോ ഓപ്പർച്യൂണിറ്റീസും അവരുടെ എക്സ്പീരിയൻസ്, ടാലൻറ്റ്, ടാസ്ക് എന്ന് പറയുന്നത് ഉയർത്താനായിട്ട് കൂടി സാധിക്കുന്ന ഒരു അവസരമാണ് ഡെലിഗേഷൻ മൂലം ലഭിക്കുന്നത്. ക്വിക്ക് ഡിസിഷൻസ് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് സാധിക്കും. ഒരു മാനേജറിയൽ ഫങ്ഷൻസിൻ്റെ ഓരോ ലെവൽക്കും ഗ്രോത്ത് എന്ന് പറയുന്നതും എക്സ്പാൻഷൻ എന്ന് പറയുന്നതും ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കോർഡിനേഷൻ, കൺട്രോളിങ് എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിൾസ് ഈസി ആയിട്ട് തന്നെ ഫോളോ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ്. നെക്സ്റ്റ് ടോപ്പിക് ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെലിഗേഷൻ. ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് കൂടി ഈ ഡെലിഗേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയറിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെലിഗേഷനാണ്. അതിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഡെലിഗേഷൻ ബൈ റിസൾട്ട്സ് എക്സ്പെക്റ്റഡ്. എന്താണോ റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്തത് അതിനെ നമ്മൾ ഉയർത്തി കാണിക്കുന്ന ഒരു പ്രിൻസിപ്പിളിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡെലിഗേഷൻ ബൈ റിസൾട്ട്സ് എന്ന് പറയുന്നത്. അതായത് ഏതൊരു ഫങ്ഷൻ നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. ഇവിടെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്ന ആ ഒരു ഫങ്ഷൻ കൊണ്ട് എന്താണ് ഇവിടെ റിസൾട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഡിസൈഡ് റിസൾട്ട് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു മാനേജറുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ആ ഗോൾസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമിൻഡ് ആണ്. അപ്പോൾ ലാക്ക് ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് നോൺ അക്കോംപ്ലിഷ്മെൻറ്റിൻ്റെ ഒരു കാറ്റഗറിയിലേക്ക് വരാനായിട്ട് പാടില്ല. അവിടെ പാരിറ്റി എന്ന് പറയുന്നത് ബിറ്റ്വീൻ ദ റിസൾട്ട്സ് എക്സ്പെക്റ്റഡ് ആൻഡ് ദ അതോറിറ്റി റിക്വയർഡ് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കണം. അതായത് എന്താണ് ഈ പാരിറ്റി എന്ന് വെച്ചാൽ ഒരു ഇക്വാളിറ്റി, ഒരു ബാലൻസ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. എന്താണോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് അത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡെലിഗേഷൻ ബൈ റിസൾട്ട്സ് എക്സ്പെക്റ്റഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ആബ്സല്യൂട്ട്നെസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിലിറ്റി എങ്ങനെയുള്ളതായിരിക്കണം? ആബ്സല്യൂട്ട് ആയിരിക്കണം, കറക്റ്റായിട്ടുള്ളതായിരിക്കണം. സമ്പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ പറ്റാവുന്ന ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് ആബ്സല്യൂട്ട്നെസ് ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ സബോർഡിനേറ്റ്സിന്, ഒരു മാനേജർ സബോർഡിനേറ്റ്സിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്ന അതോറിറ്റി എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? ആബ്സല്യൂട്ട് ആയിരിക്കണം. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആ സുപ്പീരിയറിന് എങ്ങനെയാണോ സുപ്പീരിയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ആരും ഉൾക്കൊള്ളേണ്ടത്? സബോർഡിനേറ്റും ഉൾക്കൊള്ളേണ്ടത്. So the responsibility of the superior or the executor or the manager does not decrease once he has delegated to his subordinate. അദ്ദേഹത്തിൻ്റെ ഒരു ഡ്യൂട്ടി സബോർഡിനേറ്റിന് നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ പേരിൽ സുപ്പീരിയറുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും റെഡ്യൂസ് ചെയ്ത് കാണാനായിട്ട് സാധിക്കില്ല. റെസ്പോൺസിബിലിറ്റി ആരിൽ തന്നെയാണ് എൻട്രസ്റ്റ് ചെയ്യുന്നത്? മാനേജർ അല്ലെങ്കിൽ എക്സിക്യൂട്ടർക്ക് തന്നെയാണ് അത് എൻട്രസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതോറിറ്റി ക്യാൻ ബി ഡെലിഗേറ്റഡ്. അതോറിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും സബോർഡിനേറ്റ്സിനെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കില്ല. ദ സുപ്പീരിയർ വിൽ റിമെയിൻ അക്കൗണ്ടബിൾ ഫോർ ദ വർക്ക് ഈവൺ ഇഫ് ഇറ്റ് ഈസ് ഡെലിഗേറ്റഡ്. ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ആരിലാണ് മെഷർ ചെയ്യുന്നത്? മാനേജർ അല്ലെങ്കിൽ സുപ്പീരിയറിൽ തന്നെയാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ നിൽക്കുന്നത്. അല്ലാതെ അതോറിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഡെലിഗേറ്റ് ചെയ്തതിൻ്റെ പേരിൽ റെസ്പോൺസിബിലിറ്റിയോ അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റിയോ എന്ന് പറയുന്നത് ഒരിക്കലും ഡിവൈഡ് ചെയ്ത് പോകുന്നില്ല. So the responsibility of the superior as well as the subordinate remains absolute. എപ്പോഴും എങ്ങനെയായിരിക്കും?
റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സുപ്പീരിയർക്കായാലും സബോർഡിനേറ്റിനായാലും ഈക്വൽ ആയിരിക്കും. അതോടൊപ്പം തന്നെ കൂടുതൽ പ്രാധാന്യം റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതിൽ ആരിലാണ് നിൽക്കുന്നത്? സുപ്പീരിയറിലാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് അതങ്ങനെ പറയാനുള്ള കാരണം? അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ആരിലാണ് നിൽക്കുന്നത്? സുപ്പീരിയർ അല്ലെങ്കിൽ മാനേജറിലാണ് നിൽക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് പ്രിൻസിപ്പിൾ. വാട്ട് ഈസ് ദ തേർഡ് വൺ? പ്രിൻസിപ്പിൾ ഓഫ് പാരിറ്റി ഓഫ് അതോറിറ്റി ആൻഡ് ദ റെസ്പോൺസിബിലിറ്റി. പാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വാളിറ്റി അല്ലെങ്കിൽ ബാലൻസിങ് എന്ന് പറയാം. അതായത് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും എന്ന് പറയുന്നത് ബാലൻസ് ചെയ്യണം എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ് തേർഡായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതോറിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി കോമൻഷറേറ്റ് വിത്ത് ദ റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ടേമാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ രണ്ടും ബാലൻസ് ചെയ്യണം എന്ന് പറയുന്നുണ്ടെങ്കിലും അതോറിറ്റി എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയും എന്നാൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാത്തൊരു പ്രവർത്തനമാണ്. എന്നുണ്ടെങ്കിലും രണ്ടും എങ്ങനെയിരിക്കണം? ബാലൻസിങ് ആയിട്ട് നിൽക്കണം. സോ ദ റെസ്പോൺസിബിലിറ്റി മസ്റ്റ് ബെയർ ലോജിക്കൽ റിലേഷൻഷിപ്പ് വിത്ത് അതോറിറ്റി ഡെലിഗേറ്റഡ്. അതുകൊണ്ട് തന്നെ അതോറിറ്റി എന്ന് പറയുന്നതിനോട് ലോജിക്കലായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ടേമാണ് ഇത് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിൻസിപ്പിൾ ഓഫ് പാരിറ്റി ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് തേർഡ് പ്രിൻസിപ്പിൾ. ഫോർത്ത് വൺ, ദ അതോറിറ്റി ലെവൽ പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത് ഏതൊരു ലെവലിലാണ് അതോറിറ്റി എന്ന് പറയുന്നത് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഈ അതോറിറ്റി ലെവൽ പ്രിൻസിപ്പിളിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് സജസ്റ്റ് ദാറ്റ് എ മാനേജർ ഷുഡ് എക്സസൈസ് ഹിസ് അതോറിറ്റി ടു ടേക്ക് ഡിസിഷൻസ് വിത്തിൻ ഹിസ് ലിമിറ്റ്. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു പൊസിഷനിൽ നിന്നുകൊണ്ട് മാത്രമേ ഈ അതോറിറ്റി എന്ന് പറയുന്നത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. നേരത്തെ നമ്മൾ ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നിലുള്ള അതോറിറ്റി മാത്രമേ ഞാൻ ഡെലിഗേറ്റ് ചെയ്യാൻ പാടുള്ളൂ, വേറൊരാളുടെ അതോറിറ്റി ഒരിക്കലും നമുക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്നിൽ എത്രത്തോളം അതോറിറ്റി ഉണ്ടോ ആ അതോറിറ്റിയുടെ ഒരു ഭാഗം മാത്രമേ എനിക്ക് വേറൊരാൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പാടുള്ളൂ. അതായത് ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ എത്തുന്നതിനേക്കാൾ മുമ്പായിട്ട് അദ്ദേഹം എന്ത് ചെയ്തിരിക്കണം? ഹീ ഷുഡ് എൻഷുവർ ദാറ്റ് ഹി ഹാസ് ഡ്യൂ അതോറിറ്റി അറ്റ് ഹിസ് ലെവൽ. അദ്ദേഹത്തിൻ്റെതായ പരിധിക്കുള്ളിൽ നിൽക്കുന്ന ഒരു അതോറിറ്റി ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിനെ റെക്കഗ്നൈസ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ? ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ദ മാനേജർ ഹൂ ഹാസ് ഡെലിഗേറ്റഡ് അതോറിറ്റി ഷുഡ് ഓൾസോ അലൗ ഹിസ് സബോർഡിനേറ്റ്സ് ടു എക്സസൈസ് ദെയർ അതോറിറ്റി വൈൽ ടേക്കിംഗ് ഡിസിഷൻസ്. അപ്പോൾ സബോർഡിനേറ്റ്സിൻ്റെ പെർമിഷനും കൂടി വാങ്ങിയതിന് ശേഷം മാത്രമേ സുപ്പീരിയർ അദ്ദേഹത്തിൻ്റെ അതോറിറ്റി വേറൊരാൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. ആ സബോർഡിനേറ്റ്സിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒരിക്കലും സുപ്പീരിയർ എന്ത് ചെയ്യാൻ പാടില്ല? അദ്ദേഹത്തിൻ്റെ അതോറിറ്റി വേറൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് പാടില്ല. ദ സബോർഡിനേറ്റ്സ് ഷുഡ് ഓൾസോ നോട്ട് അപ്രോച്ച് ദെയർ സുപ്പീരിയേഴ്സ് വിത്ത് പ്രോബ്ലംസ് ആൻഡ് ഇഷ്യൂസ് ഓൺ വിച്ച് ദേ ഹാവ് ക്ലിയർ അതോറിറ്റി. അദ്ദേഹത്തിനൊരു അതോറിറ്റി കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റുള്ള ഫാക്ടേഴ്സിന് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാനോ പ്രോബ്ലംസ് ഉണ്ടാക്കാനോ പാടില്ല. ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അതോറിറ്റി ലെവൽ പ്രിൻസിപ്പിൾ. അതോറിറ്റിയുടെ അതായത് ഒരു ടാസ്ക് ചെയ്യാനുള്ളൊരു അതോറിറ്റി മാത്രമാണ് ഒരു സുപ്പീരിയർ അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു പൊസിഷനിൽ നിന്നിട്ടുള്ള ഒരു പ്രവർത്തനം മാത്രമേ പാടുള്ളൂ. അല്ലാതെ പവർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കയ്യേറ്റം ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ, ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഫങ്ഷണൽ ഡെഫിനിഷൻ. ഫങ്ഷണൽ ഡെഫിനിഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിളിൽ പറയുന്നത് ആ ഫങ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കണം. അതായത് അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ എവറി ജോബ് ഷാൽ ഹാവ് എ വെൽ ഡിഫൈൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ഓരോ ജോബും വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ജോബ് മാത്രമേ ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതായത് ദ സബോർഡിനേറ്റ്സ് വിത്ത് ഡെലിഗേറ്റഡ് അതോറിറ്റി ക്യാൻ പെർഫോം ദ ജോബ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് പ്രോപ്പർലി ഡിഫൈൻഡ് ആൻഡ് ഡിസ്ക്രൈബ്ഡ്. ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു ടാസ്ക് എന്ന് പറയുന്നത് സബോർഡിനേറ്റിന് അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനേക്കാളും മുമ്പായിട്ട് അത് പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം, അതുപോലെ തന്നെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ സബോർഡിനേറ്റിന് ആ ജോബിൻ്റെ അല്ലെങ്കിൽ ടാസ്കിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ജോബ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടാസ്ക് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? വെൽ ഡിഫൈൻഡ് ആയിരിക്കണം, അതോടൊപ്പം തന്നെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫങ്ഷണൽ ഡെഫിനിഷനിൽ പറയുന്നത്. ലാസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സ്കാലാർ പ്രിൻസിപ്പിളാണ്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ദർ ഈസ് എ ക്ലിയർ ലൈൻ ഓഫ് ഫ്ലോ ഓഫ് അതോറിറ്റി ഫ്രം ടോപ്പ് ടു ബോട്ടം.
നമുക്കറിയാം ഹൈറാർക്കി എന്ന് പറയുന്ന ലെവലിൽ തന്നെയാണ് സ്കാലാർ പ്രിൻസിപ്പിൾ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കായിരിക്കണം അതോറിറ്റി എന്ന് പറയുന്നതിൻ്റെ ഫ്ലോ നിൽക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ സബോർഡിനേറ്റ്സ് ഷുഡ് ബി അവെയർ ഓഫ് ദിസ് ലൈൻ ഓഫ് അതോറിറ്റി. സബോർഡിനേറ്റ്സിന് ആ ടോപ്പ് ടു ബോട്ടം ആണ് അതോറിറ്റി എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് സബോർഡിനേറ്റ്സിന് സാധിക്കുള്ളൂ. ആൻഡ് ഇറ്റ് ഷുഡ് നോ ഹൂ ഡെലിഗേറ്റ്സ് അതോറിറ്റി ടു ഹോം. ആരാണോ ഈ അതോറിറ്റി തരുന്നത്, ആരിലേക്കാണോ ഈ അതോറിറ്റി പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ക്ലിയർ പിക്ചർ കിട്ടണമെങ്കിൽ ഏത് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യണം? പ്രിൻസിപ്പിൾ ഓഫ് സ്കാലാർ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യണം. അപ്പോൾ 6 പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡെലിഗേഷനിൽ പറയുന്നത്. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ആ 6 പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുമ്പോഴാണ് ഒരു ക്ലിയർ ഡിസൈൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ പ്രൊസീജിയർ എന്ന് പറയുന്നതിനെ നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്ന ടേം ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെലിഗേഷൻ എന്ന് പറയുന്നത് വേറൊരു ടേമും അതോറിറ്റി എന്ന് പറയുന്നത് വേറൊരു ടേമാണ്. അത് രണ്ടും കൂടി യോജിക്കുമ്പോഴാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡെലിഗേഷൻ എന്താണെന്നുള്ളത് ആദ്യത്തെ സമയത്ത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതോറിറ്റി എന്ന് പറയുന്ന ടേമിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ റൈറ്റ്സ് ആൻഡ് പവേഴ്സ് ഓഫ് എ മാനേജർ ടു ഗിവ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ടു ദ സബോർഡിനേറ്റ്സ്. അപ്പോൾ ഇവിടെ അതോറിറ്റി എന്ന് പറയുമ്പോൾ ഡിസിഷൻ മേക്കിങ്ങിനുള്ള ഒരു പവർ, ഒരു റൈറ്റ്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആൾക്കാർക്ക് ഗൈഡ് ലൈൻസ് കൊടുക്കാനും ഇൻസ്ട്രക്ഷനും കൊടുക്കാനുള്ള ഒരു റൈറ്റിനെയാണ്, ഒരു പവറിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്? അതോറിറ്റി എന്ന്. അപ്പോൾ അതോറിറ്റി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ജോലിയിൽ തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ അതിന് ആവശ്യമുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് കൊടുക്കാനുള്ള റൈറ്റ് പവേഴ്സിനെയാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത്? അതോറിറ്റി എന്ന് പറയുന്നത്. സോ അതോറിറ്റി എനേബിൾസ് എ സുപ്പീരിയർ ടു ആസ്ക് സബോർഡിനേറ്റ്സ് ടു ഡു സം വർക്ക്. ചില ജോലികൾ നിങ്ങൾ ചെയ്യൂ എന്ന് പറയാനുള്ള ഒരു റൈറ്റ് അല്ലെങ്കിൽ ഒരു പവർ ആർക്കുണ്ട്? സുപ്പീരിയേഴ്സിനുണ്ട്. അതിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്? അതോറിറ്റി എന്ന് പറയുന്നത്. അതോറിറ്റി ഉള്ളത് കൊണ്ടാണ് ഒരു സുപ്പീരിയർക്ക് സബോർഡിനേറ്റിനോട് ഇന്ന ജോലികൾ നിങ്ങൾ ഇന്ന സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കൂ എന്ന് പറയാനുള്ള ഒരു റൈറ്റ് അല്ലെങ്കിൽ പവർ ലഭിക്കുന്നത്. So it gives power to the manager to extract obedience from the subordinates. അതോടൊപ്പം തന്നെ എന്താണ് ഒരു സുപ്പീരിയർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഒബീഡിയൻസ്. ഒരു സബോർഡിനേറ്റ് സുപ്പീരിയർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക എന്ന് പറയുന്ന ആ ഒരു ഡിഗ്രിയിലേക്ക് ഉയർന്നാൽ മാത്രമേ ഈ അതോറിറ്റി എന്ന് പറയുന്നത് ഫ്രൂട്ട്ഫുൾ ആകുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു പ്രത്യേകത. മാനേജർ പറയുന്നത് സബോർഡിനേറ്റ്സ് അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ അതോറിറ്റി എന്ന് പറയുന്നത് കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാവില്ല. മാനേജേഴ്സ് ഡിറൈവ് അതോറിറ്റി ഓൺ ദ ബേസിസ് ഓഫ് ദെയർ പൊസിഷൻസ് ഇൻ ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഈ മാനേജേഴ്സ് ഈ അതോറിറ്റി എന്ന് പറയുന്നത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് എന്തിൻ്റെ ബേസിസിലായിരിക്കും? പൊസിഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ലെവൽ എന്ന് പറയുന്നത് എവിടെയാണോ മാനേജറുടെ പൊസിഷൻ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. അത് ഏതിലുള്ള പൊസിഷനാണ്? ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ മാനേജർ ഏത് പൊസിഷനാണോ കീപ്പ് ചെയ്യുന്നത് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റിയാണ് ഇവിടെ സുപ്പീരിയർ അല്ലെങ്കിൽ മാനേജർ എൻജോയ് ചെയ്യുന്നത്. അതിൽ ദേ എൻജോയ് അതോറിറ്റി ബൈ വെർച്യൂ ഓഫ് ദെയർ ഇൻ്റലിജൻസ്, എക്സ്പെർട്ട് നോളേജ് ആൻഡ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇതിൽ ഈ അതോറിറ്റി എന്ന് പറയുന്നത് ആ മാനേജർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും? അദ്ദേഹത്തിൻ്റെ തിങ്കിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഇൻ്റലിജൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ എക്സ്പെർട്ട് നോളേജ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, വർക്ക് എക്സ്പീരിയൻസ് ആയിരിക്കാം, ടാസ്ക് എക്സ്പീരിയൻസ് ആയിരിക്കാം, ടെക്നിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കാം. അതിൻ്റെ ഒരു ബേസിസിലാണ് അതോറിറ്റി എന്ന് പറയുന്നത് ഒരു സുപ്പീരിയർ എൻജോയ് ചെയ്യുന്നത്. So the manager assigns some work to the subordinates. He should also give necessary authority to the subordinate to enable him to do the work. അപ്പോൾ ഒരു വർക്ക് ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ ആ സുപ്പീരിയർ എന്തും കൂടി ഷെയർ ചെയ്യാൻ തയ്യാറുണ്ടായിരിക്കണം. അതോറിറ്റി എന്ന് പറയുന്നത് കൊടുക്കാൻ തയ്യാറുണ്ടായിരിക്കണം. അല്ലാതെ ജോലി മാത്രം ചെയ്യുക, അതോറിറ്റി അയാളെ കൈവശം വെച്ച് കഴിഞ്ഞാൽ സബോർഡിനേറ്റ്
സബോർഡിനേറ്റിന് ആ വർക്ക് മാക്സിമം പെർഫോമൻസ് എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ ഉയർത്തി കാണിക്കാനായിട്ട് സാധിക്കില്ല. അതായത് ഒരിക്കലും അതോറിറ്റി എന്ന് പറയുന്നത് ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് തീരുമാനങ്ങൾ എടുക്കാനോ പ്രവൃത്തി ചെയ്യാനോ അല്ലെങ്കിൽ റിസോഴ്സസ് ഉപയോഗിക്കാനോ ഉള്ള അവകാശം ലഭിക്കുന്നില്ല. അപ്പോൾ അതോറിറ്റിയും കൂടി ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സബോർഡിനേറ്റിന് തീരുമാനങ്ങൾ എടുക്കാനും പ്രവർത്തനം എന്ന് പറയുന്നത് മാക്സിമം പെർഫോമൻസ് എന്ന് പറയുന്ന ആ കാറ്റഗറിയിലേക്ക് ഉയർത്താനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ലാസ്റ്റ് പ്രൊസീജിയറിലേക്ക് എത്തിക്കാനും സാധിക്കണമെന്നുണ്ടെങ്കിൽ സബോർഡിനേറ്റിന് വർക്ക് അസൈൻ ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള അതോറിറ്റീസും കൂടി അസൈൻ ചെയ്ത് കൊടുക്കണം. ഇവിടെ ലൂയിസ് എ എലൻ കറക്റ്റായിട്ട് തന്നെ അതോറിറ്റിയുടെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. അതോറിറ്റി ഈസ് ദ സം ഓഫ് ദ പവേഴ്സ് ആൻഡ് റൈറ്റ്സ് entrusted to make possible the performance of the work delegated. എന്ത് വർക്കാണോ ഡെലിഗേറ്റ് ചെയ്യുന്നത് അതിൻ്റെ റൈറ്റ്സ് ആൻഡ് പവേഴ്സ് എന്ന് പറയുന്ന കാര്യം കൂടി സബോർഡിനേറ്റ്സിന് എൻട്രസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ലൂയിസ് എ എലൻ അതോറിറ്റിയുടെ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ അതോറിറ്റിയിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഴ്സസ് കൂടി അപ്ലൈ ചെയ്യണം. അതായത് വാട്ട് ആർ ദ തിയറീസ് റിലേറ്റഡ് ടു ദ അതോറിറ്റി. 3 തിയറീസാണ് അതോറിറ്റിയോട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിനെ നമുക്ക് വേണമെങ്കിൽ സോഴ്സസ് ഓഫ് അതോറിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ തിയറീസ് ഓഫ് അതോറിറ്റീസ് എന്ന് പറയാം. ഈ 3 ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 3 സോഴ്സസ് അല്ലെങ്കിൽ 3 തിയറീസ് എന്ന് പറയുന്നത് ഫോർമൽ അതോറിറ്റി തിയറി, ആക്സെപ്റ്റൻസ് തിയറി ആൻഡ് കോമ്പിറ്റൻസ് തിയറി. ഇത് 3 തിയറിയാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്ന അതോറിറ്റിയുടെ കോൺസെപ്റ്റിൽ ഉള്ളത്. അതിൽ ഫസ്റ്റ് ആയിട്ടുള്ള ഫോർമൽ അതോറിറ്റി തിയറി ആദ്യം ഡിസ്കസ് ചെയ്യാം. ദ അതോറിറ്റി ഒറിജിനേറ്റ്സ് ഇൻ ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഈ അതോറിറ്റി എന്ന് പറയുന്നത് എന്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിരിക്കണം? ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു അതോറിറ്റി ആയിരിക്കണം നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത് ഫോർമൽ അതോറിറ്റി തിയറി എന്ന് പറയുന്നത് എന്താണ് മീൻ ചെയ്യുന്നത്? അതോറിറ്റി എന്ന് പറയുന്നത് ആ മാനേജർക്ക് കിട്ടിയിട്ടുള്ളത് എവിടെ നിന്നായിരിക്കണം? ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ നിന്ന് കിട്ടിയിട്ടുള്ളതായിരിക്കണം. അതായത് ഒറിജിൻ എന്ന് പറയുന്നത് എവിടെ നിന്നിട്ടായിരിക്കണം? ഓർഗനൈസേഷൻ സ്ട്രക്ചറിലായിരിക്കണം. സോ ഇറ്റ് ഡിറൈവ്സ് അതോറിറ്റി ബൈ വെർച്യൂ ഓഫ് ഹിസ് പൊസിഷൻ ഇൻ ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ആ സുപ്പീരിയർ അല്ലെങ്കിൽ ആ മാനേജർ ഏത് പൊസിഷനിലാണോ അല്ലെങ്കിൽ ഏത് സ്റ്റാറ്റസിലാണോ നിൽക്കുന്നത് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റിയാണ് നമ്മളിവിടെ അസൈൻ ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് അല്ലാതെ ഇല്ലാത്തൊരു അതോറിറ്റി വേറൊരാൾക്ക് നമുക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കില്ല. The authority provided by the organization structure, it is termed as formal authority. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള അതോറിറ്റിനെയാണ് നമ്മൾ തിയറി ഓഫ് ഫോർമൽ അതോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? So the subordinates are bound to obey the manager because of his organizational position. അതുകൊണ്ട് തന്നെയാണ് ആ ഓർഗനൈസേഷണൽ പൊസിഷനിൽ സുപ്പീരിയറിന് അല്ലെങ്കിൽ മാനേജർക്ക് ഒരു പൊസിഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഉള്ളത് കൊണ്ടാണ് എന്ത് പറയുന്നത്? സുപ്പീരിയർ പറയുന്നതൊക്കെ ആരനുസരിക്കണം? സബോർഡിനേറ്റ്സ് ഒബേ ചെയ്യണം. ഒബീഡിയൻസ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി സബോർഡിനേറ്റ്സ് കീപ്പ് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ നിന്നാണ് ആ സുപ്പീരിയർക്ക് അല്ലെങ്കിൽ മാനേജർക്ക് ആ ഒരു അതോറിറ്റി ലഭിച്ചിട്ടുള്ളത്. സോ ദ ഫോർമൽ അതോറിറ്റി ക്യാൻ ബി ഡെലിഗേറ്റഡ് ബൈ സുപ്പീരിയേഴ്സ് ടു ദ സബോർഡിനേറ്റ്സ്. അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു അതോറിറ്റി ആയതുകൊണ്ടാണ് ഫോർമൽ അതോറിറ്റി തിയറി പ്രകാരം അതൊരു സുപ്പീരിയർക്ക് അല്ലെങ്കിൽ മാനേജർക്ക് സബോർഡിനേറ്റ്സിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. സെക്കൻഡ് അതോറിറ്റി തിയറി എന്ന് പറയുന്നത് ആക്സെപ്റ്റൻസ് തിയറിയാണ്. അതോറിറ്റി ഈസ് ദ പവർ ആക്സെപ്റ്റഡ് ബൈ അതേഴ്സ്. സബോർഡിനേറ്റ്സിന് നമ്മൾ വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനോടൊപ്പം ആ പവറും കൂടി ആക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു തിയറിനെയാണ് ആക്സെപ്റ്റൻസ് തിയറി എന്ന് പറയുന്നത്. അതായത് അതോറിറ്റി എന്ന് പറയുന്നത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതോടൊപ്പം തന്നെ സബോർഡിനേറ്റ്സ് അതിനുള്ള പവറും കൂടിയും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. The manager possesses authority only if his powers and rights are accepted by the subordinates. ഒരു മാനേജറുടെ അതോറിറ്റി എന്ന് പറയുന്നത് അതിലുള്ള പവേഴ്സ് ആൻഡ് റൈറ്റ്സ് എന്ന് പറയുന്നത് സബോർഡിനേറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ ആ പൊസിഷൻ എന്ന് പറയുന്നതിൻ്റെ മാക്സിമം പെർഫോമൻസ് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഹി കനോട്ട് possess authority if the subordinates refuse to accept his powers.
ആ സബോർഡിനേറ്റ്സ് ആ പവേഴ്സ് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? റിജക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ അതോറിറ്റി എന്ന് പറയുന്നത് അവിടെ ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ സബോർഡിനേറ്റ്സ് ആ അതോറിറ്റി എന്ന് പറയുന്നത് പൊസസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനേജർ അല്ലെങ്കിൽ സുപ്പീരിയർ പറഞ്ഞത് ഒബേ ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ അർത്ഥാക്കുന്നത്. അതായത് ഹിസ് ഫോർമൽ അതോറിറ്റി ബിക്കംസ് നോമിനൽ അതോറിറ്റി ഇഫ് ഇറ്റ് ഈസ് റിജക്റ്റഡ് ബൈ ദ സബോർഡിനേറ്റ്സ്. അതായത് ഒരു സബോർഡിനേറ്റ് മാനേജർ പറയുന്ന ഒരു അതോറിറ്റി എന്ന് പറയുന്നത് റിജക്റ്റ് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഫോർമൽ അതോറിറ്റി എന്ന് പറയുന്നത് എന്തായി മാറി? നോമിനൽ അതോറിറ്റി ആയിട്ട് മാറി. അപ്പോൾ ഫോർമൽ അതോറിറ്റി എന്ന് പറയുന്നത് ഫോർമൽ അതോറിറ്റി ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ സബോർഡിനേറ്റ്സ് അദ്ദേഹം ഡെലിഗേറ്റ് ചെയ്തിട്ടുള്ള അതോറിറ്റി എന്ന് പറയുന്നത് സബോർഡിനേറ്റ്സ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. റിജക്റ്റാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഫോർമൽ അതോറിറ്റി എന്തായിട്ട് കൺവേർട്ട് ആവും? നോർമൽ അതോറിറ്റി ആയിട്ട് കൺവേർട്ട് ആകും. ദാറ്റ് ഈസ് ദ acceptance theory. Third principle or third theory, that is the competence theory. According to the competence theory, managers derive authority because of their competence. ഒരു കോമ്പറ്റിംഗ് നേച്ചർ മാനേജേഴ്സ് തമ്മിൽ ഉണ്ടെങ്കിൽ മാത്രമേ കോമ്പറ്റൻസ് തിയറി എന്ന് പറയുന്നത് അപ്ലിക്കബിൾ ആകുന്നുള്ളൂ. Authority arises on account of the personal qualities of the manager such as expert knowledge, intelligence, experience, etc. നമ്മളുടെ ഇവിടെ അതോറിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ അദ്ദേഹത്തിനുള്ള പൊസിഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നതാണ്. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഒരു മാനേജറുടെ ക്വാളിറ്റി എന്ന് പറയുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ ക്വാളിറ്റി എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? എക്സ്പേർട്ട് നോളേജ് ഉണ്ടായിരിക്കണം, അതോടൊപ്പം തന്നെ ഇൻ്റലിജൻസ് ഉണ്ടായിരിക്കണം, ഒരു എക്സ്പീരിയൻസ്ഡ് എക്സ്പേർട്ട് ആയിരിക്കണം. എന്നുണ്ടെങ്കിൽ മാത്രമേ അതോറിറ്റി എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ഹൈ ലെവൽ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ കോമ്പറ്റൻസ് തിയറി എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദീസ് ടൈപ്പ് ഓഫ് ഇൻഫോർമൽ അതോറിറ്റി ഒറിജിനേറ്റ്സ് ഫ്രം ദ സുപ്പീരിയർ പേഴ്സണൽ ക്വാളിറ്റീസ് ഓഫ് ദ മാനേജർ. ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു അതോറിറ്റിയാണ് കോമ്പറ്റൻസ് തിയറി എന്ന് പറയുന്നത്. ഈ ഇൻഫോർമലായിട്ട് അതോറിറ്റി ഒറിജിനേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ക്വാളിറ്റീനെ ബേസ് ചെയ്തിട്ടാണ്. ഇവിടെ പേഴ്സണൽ ക്വാളിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നോളേജ്, എക്സ്പെർട്ട് നോളേജ്, അതുപോലെ തന്നെ ഇൻ്റലിജൻസ്, എക്സ്പീരിയൻസ്, എത്രയും കാര്യങ്ങളുടെ ഒരു ബേസിസിലാണ് ക്വാളിറ്റി എന്ന് പറയുന്നത് മെഷർ ചെയ്യുന്നത്. ആ ക്വാളിറ്റി ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ അദ്ദേഹത്തിന് എന്ത് പൊസിഷനാണോ എന്ത് സ്റ്റാറ്റസ് ആണോ എക്വയർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ലെവലിലായിരിക്കും കോമ്പറ്റൻസ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ മാനേജേഴ്സ് ഡിറൈവ് അതോറിറ്റി ബിക്കോസ് ഓഫ് ദെയർ കോമ്പറ്റൻസ് നേച്ചർ. ഒരു കോമ്പറ്റൻറ്റ് പേഴ്സൺ ആണ് മാനേജർ എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ അതോറിറ്റി എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ആക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ 3 തിയറിയാണ് നമ്മുടെ അതോറിറ്റി എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഫോളോ ചെയ്യേണ്ടത്. ഏതൊക്കെയാണ്? ഫോർമൽ അതോറിറ്റി, ആക്സെപ്റ്റൻസ് തിയറി ആൻഡ് കോമ്പറ്റൻസ് തിയറി. 3 എണ്ണമാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ 3 പ്രിൻസിപ്പിൾ തന്നെയാണ് അതോറിറ്റിയുടെ കേസിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റെസ്പോൺസിബിലിറ്റി ആണ്. സോ ദ റെസ്പോൺസിബിലിറ്റി ഈസ് ദ ഒബ്ലിഗേഷൻ ഓഫ് ദ സബോർഡിനേറ്റ് ടു പെർഫോം ദ ഡ്യൂട്ടി അസൈൻ ടു ഹിം. ഒരു ഡ്യൂട്ടി സുപ്പീരിയർ സബോർഡിനേറ്റിന് അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അത് ചെയ്യാനുള്ള ഒരു ഒബ്ലിഗേഷൻ എന്ന് പറയുന്ന ആ ഒരു ടേമിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്? റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഞാൻ ആ ജോലി ഏറ്റെടുത്തിട്ട് ഞാൻ കറക്റ്റായിട്ട് അത് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇല്ല എന്ന് പറയാം. അതായത് അവിടെ ഒബ്ലിഗേഷൻ ഇല്ല. എന്നെ ആ ജോലി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ 100% കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ അവിടെ ഒരു ഒബ്ലിഗേഷൻ ഉണ്ട് എന്നും റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നും പറയാനായിട്ട് സാധിക്കുള്ളൂ. സോ വെൻ എ മാനേജർ അസൈൻസ് എ പർട്ടിക്കുലർ ഡ്യൂട്ടി ടു എ സബോർഡിനേറ്റ് ഇറ്റ് ബിക്കംസ് ദ ഒബ്ലിഗേഷൻ. അതെന്തായി മാറണം? ഒബ്ലിഗേഷനായിട്ട് മാറണം. ആരുടെ ഒബ്ലിഗേഷനായിട്ട് മാറണം? ദ ഒബ്ലിഗേഷൻ ഓഫ് ദ സബോർഡിനേറ്റ് ടു പെർഫോം ദ ഡ്യൂട്ടി. ആ ഡ്യൂട്ടി ആ പെർഫോമൻസ് എന്ന് പറയുന്നത് ലെവലിലേക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം ആസ് പെർ ദ ഡയറക്ഷൻ given to him. എന്ത് ഡയറക്ഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ആണോ സുപ്പീരിയർ സബോർഡിനേറ്റ്സ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു പെർഫോമൻസ് ലെവൽക്ക് ഒബ്ലിഗേഷൻ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് ഉയർത്താനായിട്ട് സാധിക്കുമ്പോൾ മാത്രമേ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഫുൾഫിൽ ചെയ്യുന്നുള്ളൂ. സോ സബോർഡിനേറ്റ് ദസ് ബിക്കംസ് റെസ്പോൺസിബിൾ ടു പെർഫോം ദ ഡ്യൂട്ടീസ് അസൈൻ ടു ഹിം. അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുത്തുള്ള അസൈൻ ചെയ്തിട്ടുള്ള ഡ്യൂട്ടീസ് ചെയ്യണം, അതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് അക്കംപ്ലിഷ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ റെസ്പോൺസിബിലിറ്റി എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. While authority is the right of a superior to issue orders, responsibility is the obligation of a subordinate to obey those orders. ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് ഒരു സബോർഡിനേറ്റിൻ്റെ
ഉത്തരവാദിത്തമാണെങ്കിൽ അതോറിറ്റി എന്ന് പറയുന്നത് ഒരു സുപ്പീരിയറുടെ റൈറ്റാണ്. അപ്പോൾ അതോറിറ്റി എന്ന് പറയുന്നതും റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് റിലേറ്റഡ് ആണ്. ഒരു സുപ്പീരിയറുടെ റൈറ്റാണ് അതോറിറ്റി എന്ന് പറയുന്നത് give orders or give instructions or guidelines. അത് ഒബേ ചെയ്യുക, ഒബീഡിയൻസ് എന്ന് പറയുന്നതാണ് ഒരു സബോർഡിനേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അൺലൈക്ക് ദ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി കനോട്ട് ബി ഡെലിഗേറ്റഡ്. അതോറിറ്റി ഇല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഹൈമാനാണ് റെസ്പോൺസിബിലിറ്റിയുടെ ഡെഫിനേഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. റെസ്പോൺസിബിലിറ്റി ഈസ് ദ ഒബ്ലിഗേഷൻ ഓഫ് എ സബോർഡിനേറ്റ് ടു പെർഫോം ദ ഡ്യൂട്ടി ആസ് റിക്വയർഡ് ബൈ ദ സുപ്പീരിയർ. റെസ്പോൺസിബിലിറ്റീനെ കുറിച്ചിട്ട് എന്താണ് ഹൈമാൻ പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഈസ് ദ ഒബ്ലിഗേഷൻ, ഒരു ഒബ്ലിഗേഷനാണ്. അതായത് സബോർഡിനേറ്റിന് അദ്ദേഹത്തിന് ഏൽപ്പിച്ച ജോലി പെർഫോം ചെയ്യാനുള്ള ഒരു ഒബ്ലിഗേഷനെ, അതിനോടുള്ള ഒരു ഉത്തരവാദിത്തം, അതിനോടുള്ള ഒരു താല്പര്യം, മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റിനെയാണ്, ഒരു ലിങ്കിനെയാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത്? റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ടേം ഡെലിഗേഷനോട് റിലേറ്റഡ് ആണ്. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ടോപ്പിക് ദാറ്റ് ഈസ് ദ അക്കൗണ്ടബിലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ആ പെർഫോമൻസ് എന്ന് പറയുന്നതിനെ മെഷർ ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ ഒബ്ലിഗേഷൻ ഓഫ് ദ സബോർഡിനേറ്റ് ടു റിപ്പോർട്ട് ടു ഹിസ് സുപ്പീരിയർ ഫോർ ദ പെർഫോമൻസ് ഓഫ് ദ ഡ്യൂട്ടീസ് അസൈൻഡ് ടു ഹിം. സബോർഡിനേറ്റിന് സുപ്പീരിയർ ഏൽപ്പിച്ച ജോലി എങ്ങനെയാണ്, എത്രത്തോളമാണ് ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്ന റിപ്പോർട്ടിംഗ് ആറ്റിറ്റ്യൂഡിനെയാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത്? അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് ഡെലിഗേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ജോലി അസൈൻ ചെയ്ത് കൊടുക്കുക. അതോറിറ്റി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതിനോട് ചെയ്യാനുള്ള ഒരു അതോറിറ്റിയും കൂടിയും, അതായത് തീരുമാനങ്ങൾ എടുക്കാനും പ്രവർത്തിക്കാനും റിസോഴ്സസ് എന്ന് പറയുന്നത് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു പവറിനെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? സബോർഡിനേറ്റ്സിന് സുപ്പീരിയർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആക്സെപ്റ്റ് ചെയ്യുകയും ഒബ്ലിഗേഷൻ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് ഉയരുന്നതിനെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ടേമാണ് പറയുന്നത്. അതായത് നമ്മളുടെ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് ഒരു റിപ്പോർട്ടിംഗ് ആറ്റിറ്റ്യൂഡിലേക്ക് വരുമ്പോഴാണ് ഏത് ടേം വരുന്നത്? അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ ഒബ്ലിഗേഷൻ ടു റിപ്പോർട്ട് ഓൺ ദ പെർഫോമൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിലിറ്റിയുടെ പെർഫോമൻസിനെ റിപ്പോർട്ടാക്കുമ്പോഴാണ് അതെന്തായി മാറുന്നത്? അക്കൗണ്ടബിലിറ്റി ആകുന്നത്. The subordinate who accepts responsibility becomes accountable for the performance of the assigned work. അതെപ്പോഴും എങ്ങനെയായിരിക്കണം? ഒരു സബോർഡിനേറ്റ് ആ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജോലിയും കൂടിയും എങ്ങനെയുള്ളതായിരിക്കണം? അക്കൗണ്ടബിൾ ആയിരിക്കണം. സോ ദ അക്കൗണ്ടബിലിറ്റി ഈസ് ദ ആൻസറബിലിറ്റി ഓഫ് സബോർഡിനേറ്റ്സ് ആസ് ടു പ്രോപ്പർ ഡിസ്ചാർജ് ഓഫ് ദ അസൈൻഡ് ഡ്യൂട്ടി. ആ അസൈൻഡ് ഡ്യൂട്ടിയിൽ നിന്ന് അയാൾക്ക് ഡിസ്ചാർജ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? അതിൻ്റെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ടേമും കൂടിയും കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഒബ്ലിഗേഷൻ എന്ന് പറയുന്ന ആ പെർഫോമൻസ് ലെവല് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിന് ഏൽപ്പിച്ച ജോലിയിൽ നിന്ന് അദ്ദേഹത്തിന് ഡിസ്ചാർജ് ലഭിക്കുകയുള്ളൂ. അക്കൗണ്ടബിലിറ്റി ഗോസ് അലോങ് വിത്ത് റെസ്പോൺസിബിലിറ്റി. നമുക്കറിയാം റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതും അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നതും ഒരേപോലെ പോകുന്നതാണ്. പക്ഷേ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതെന്തായി മാറി? അക്കൗണ്ടബിളായിട്ട് മാറി. While responsibility is derived out of authority, but the accountability is derived out of the responsibility. റെസ്പോൺസിബിലിറ്റി എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്? അതോറിറ്റിയിൽ നിന്നാണെങ്കിൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റിയിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അതായത് ഞാൻ വീണ്ടും പറയാം, അതോറിറ്റിയിൽ നിന്നാണ് റെസ്പോൺസിബിലിറ്റി വരുന്നത്, റെസ്പോൺസിബിലിറ്റിയിൽ നിന്നാണ് എന്ത് വരുന്നത്? അക്കൗണ്ടബിലിറ്റി വരുന്നത്. ലൂയിസ് എ അലൻ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നതിൻ്റെ ഡെഫിനേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അക്കൗണ്ടബിലിറ്റി ഈസ് ദ ഒബ്ലിഗേഷൻ ടു ക്യാരി ഔട്ട് റെസ്പോൺസിബിലിറ്റി ആൻഡ് എക്സസൈസ് അതോറിറ്റി ഇൻ ടേംസ് ഓഫ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ്ഡ്. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഒബ്ലിഗേഷൻ്റെ പൂർത്തീകരണമാണ്. അതെങ്ങനെ പൂർത്തീകരിക്കണം എന്നാണ് പറയുന്നത്? അതോറിറ്റി ഇൻ ടേംസ് ഓഫ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ്. എന്ത് സ്റ്റാൻഡേർഡാണോ അവർ എക്സ്പെക്റ്റ് ചെയ്തത് ആ എക്സ്പെക്റ്റ് ചെയ്ത പെർഫോമൻസിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന, അതോടൊപ്പം തന്നെ അതിനെ ഒരു റിപ്പോർട്ടിംഗ് കാറ്റഗറിയിൽ, അതായത് റെസ്പോൺസിബിലിറ്റി എക്സസൈസ് ചെയ്യുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് ഉയർത്തുന്ന ടേമിനെയാണ് അക്കൗണ്ടബിലിറ്റി എന്ന് ആര് പറഞ്ഞിട്ടുള്ളത്? ലൂയിസ് എ അലൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒബ്ലിഗേഷൻ ഓഫ് ദ പെർഫോമൻസ് എന്ന് പറയുന്നത് അത് റിപ്പോർട്ടാക്കിയിട്ട് സുപ്പീരിയർക്ക് സബ്മിറ്റ് ചെയ്യുന്നതിനെയാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ കുറച്ച് ടേംസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആണെങ്കിലും ഡെലിഗേഷൻ എന്ന് പറയുന്നത് വേറെയും അതോറിറ്റി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള 2 ടേമും കൂടിയാണ് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയാണ് 2 റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതും അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നതും. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. Thank you very much. Have a nice day.